ഇവരൊന്നും സ്ത്രീ പീഡകരല്ല. കാരണം ശ്രീമതി ടീച്ചറുടെ കയ്യിൽ മറ്റേ സാധനം ഉണ്ട്. ഏത് സാധനം? ഇതിങ്ങനെ ഇറക്കി നോക്കിയാൽ അല്ലെങ്കിൽ ഇതിന്റെ നീളവും വണ്ണമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പീഡനത്തിന് എത്രമാത്രം തീവ്രത ഉണ്ടെന്ന് അറിയാം. ഇതൊന്നും വലിയ തീവ്രതയൊന്നല്ല, ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത് ഇത് തീവ്രതയൊന്നല്ല. അപ്പം മുകേഷ് നല്ലവനാണ്, പി ശശി നല്ലവനാണ്, പി കെ ശശി നല്ലവനാണ്, ശ്രീരാമകൃഷ്ണനും മറ്റേ കടകംപള്ളിയും ഐസക്കും പി കെ ശശിയും പി ശശിയും എല്ലാം മാന്യന്മാരാണ്. ഒരു പ്രശ്നമില്ല. എ കെ ബാലനും ശ്രീമതി ടീച്ചറും പറഞ്ഞല്ലേ, പിന്നെന്താ പ്രശ്നം? മുകേഷിന്റെ ആണെങ്കിൽ കുറെ കാലം മുമ്പുള്ളതാണ്. രാഹുൽ മാങ്കൂട്ട് അങ്ങനെയല്ല. ഇയാൾ എങ്ങനെയാണ് ഒരു മെസ്സേജ് അയച്ചാള്? ആർക്ക് മെസ്സേജ് അയച്ച്? ഏതൊരു പെൺകുട്ടിക്ക്. എന്ത് മെസ്സേജ് അതറിയില്ല. എന്തോ ഒരു പെൺകുട്ടിക്ക് ഏതോ ഒരു മെസ്സേജ് അയച്ച്. അപ്പൊ എങ്ങനെയാണ് ശരിയാകുക? അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചാണ് ഈ മനുഷ്യൻ എം വി ഗോവിന്ദൻ ഇത് എഴുതിയത്. തന്റെ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഇമാതിരി ഏറ്റവും വലിയ സ്ത്രീ പീഡകരെ മുഴുവൻ സംരക്ഷിച്ചുകൊണ്ട് ഒരു വാക്ക് വേണ്ടിയില്ല. ഒരു സാമാന്യ മര്യാദ വേണ്ട ഗോവിന്ദ. എടോ അന്തംഗമ്മികളെ, ചോദിക്കുക നിങ്ങളെ സെക്രട്ടറിനോട്. ഇങ്ങനെ ഒരു പത്രത്തിൽ ഒരു ലേഖനമൊക്കെ എഴുതുമ്പോ രാഹുൽ മാങ്കൂട്ടമാണ് ഏറ്റവും വലിയ, ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും വലിയ സ്ത്രീ പീഡകൻ രാഹുൽ മാങ്കൂട്ടം. ഞാൻ എന്റെ അങ്ങപ്പുറത്ത് രണ്ടാൾക്കാരുടെ പേരും കൂടി ഉണ്ട്. വേറെ 2 MLA മാരും കൂടി, കോൺഗ്രസിലെ MLA മാരും സ്ത്രീ പീഡകരാണ്. പക്ഷേ CPM ഒരു വരി എവിടെയെങ്കിലും ഈ ലേഖനത്തിലില്ല. വേട്ടക്കാർക്ക് കൂട്ടുപോകുന്നവർ. ഇതിന്റെ ഇടയിൽ ആരും എന്നോട് ഒരു തരത്തിലുള്ള വിദ്വേഷം പ്രകടിപ്പിക്കേണ്ട. ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് ആൾക്കാർക്ക് അവിടെയും ഇവിടെയൊക്കെ കൊള്ളുന്നൊക്കെ എനിക്കറിയാം. എങ്കിലും ഇത് വായിക്കുന്ന അന്തംഗമ്മികളോടും ഇത് എഴുതിയ എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന പരമ മാന്യ സുഹൃത്തിനോടും പക്ഷേ ഒരു കാര്യം ഞാനൊന്ന് ചോദിച്ചോട്ടെ. നിങ്ങൾക്ക് സഖാവ് സമീഹയെ അറിയൂ? SFIയുടെ സംസ്ഥാന സമിതി അംഗമായിരുന്ന ഡോക്ടർ സമീഹ എന്ന് പറയുന്ന സ്ത്രീയെ നിങ്ങൾ അറിയുമോ? ഗോവിന്ദൻ മാഷേ, ഗോവിന്ദൻ സഖാവേ, അന്തംഗമ്മികളെ, അതായത് ഷാഫി പറമ്പിലിന്റെ കാറ് തടയാനും ഷാഫി പറമ്പിലിന്റെ എടാ നായ പട്ടി എന്നൊക്കെ വിളിക്കുന്ന അന്തംഗമ്മി ഈ SFI അന്തംഗമ്മികളും സമീഹ എന്ന് പറയുന്ന നിങ്ങളുടെ പഴയ SFI സംസ്ഥാന കമ്മിറ്റി അംഗത്തെ അറിയുമോ? MBBS ഡോക്ടറായിരുന്നു. കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ ഒരു സ്ത്രീ പീഡനത്തിന്റെ ഇരയായിരുന്നു ഡോക്ടർ സമീഹ. എത്ര പേർക്ക് അറിയാം? എത്ര പേർക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാൻ ധൈര്യമുണ്ട്? രാഹുൽ മാങ്കൂട്ട് എന്തൊരു സന്ദേശം അയച്ചെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഡോക്ടർ സമീഹ ആരാണ് എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. 2015 കാലഘട്ടത്തിൽ ഏതാണ്ട് ഒരു 10 വർഷം മുമ്പ് സെറ്റിലായ ഒരു സ്ത്രീ പീഡന പരാതി, അതിന്റെ വിശദ വിവരങ്ങൾ വിവിധങ്ങളായ മാധ്യമങ്ങളിൽ നിങ്ങൾക്ക് വായിക്കാം. ഇന്ന് നിങ്ങളിത് വായിക്കേണ്ടതാണ്. അതായത് ഗോവിന്ദൻ ദേശാഭിമാനിയിൽ പറയുന്നു രാഹുൽ മാങ്കൂട്ടമാണ് കേരളത്തിലെ ഏറ്റവും വലിയ നമ്പർ 1 ക്രിമിനൽ, ഏറ്റവും വലിയ സ്ത്രീ പീഡകൻ എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദൻ മുകേഷ് മുതൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇമാതിരി എല്ലാ വിധത്തിലുള്ള പീഡകന്മാരെയും സംരക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പേര് കൂടി ഞാൻ നേരത്തെ മനഃപൂർവ്വം പറയാതിരുന്നതാണ്. ഒരു പേര് കൂടിയുണ്ട്. മുഖ്യമന്ത്രിയുടെ മരുമകനായ PM മുഹമ്മദ് റിയാസിനെതിരായ ഗാർഹിക പീഡന കുറ്റം കോടതിയിൽ കോംപ്രമൈസ് ആയി. പക്ഷേ രാഹുൽ ഈ PM മുഹമ്മദ് റിയാസിനെതിരെ അതിഗുരുതരമായ സ്ത്രീ പീഡന പരാതി ഉയർന്നിരുന്നു. കോടതിയിലെത്തിയതാണ്, പോലീസ് സ്റ്റേഷനിലും കോടതിയിലും എത്തിയതാണ്. ആ പരാതിക്കാരിയാണ് റിയാസിന്റെ മുൻ ഭാര്യയായ ഡോക്ടർ സമീഹ. ആ ഡോക്ടർ സമീഹ കൊടുത്ത പരാതി ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാറിനെതിരെ VD സതീശൻ എന്തോ ബോംബ് പൊട്ടിക്കുന്നൊക്കെ, കൃഷ്ണകുമാറിനെതിരെ ബോംബ് പൊട്ടിക്കുന്നല്ല പറഞ്ഞത്, BJPയിലെയും കോൺഗ്രസ് CPMയിലെയും ഒക്കെ നേതാക്കന്മാർക്കെതിരെ ബോംബ് പൊട്ടിക്കുമെന്നൊക്കെ പറഞ്ഞതിന്റെ പിറ്റേ ദിവസം കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാറിനെതിരെ ഒരു ഗാർഹിക ഒരു സ്വത്ത് തർക്ക കേസ്, ഒരു പീഡന പരാതിയായിട്ടൊക്കെ ഇവിടെ കൊണ്ടുവന്നിരുന്നു. അപ്പോഴൊന്നും ആർക്കും ധൈര്യമില്ല. ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ മരുമകനെതിരെ റിയാസിനെതിരെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ പീഡന പരാതി, ആ പരാതി ജസ്റ്റ് അതെന്താണ് എന്ന് പുതിയ അന്തംഗമികൾക്ക് ഷാഫിയെ തടയാൻ വേണ്ടിയിട്ട്
ഷാഫിയെ തടയാൻ വേണ്ടിയിട്ട് ഇനിയും പോകുമ്പോ ഇതൊന്ന് വായിച്ച് ഹരം കൊണ്ടിട്ടൊന്ന് പോകുന്നതാണ് നല്ലത്. SFIക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. ആർഷോന്റെ ശിഷ്യന്മാരോടാണ് പറയാനുള്ളത്. എന്റെ മാറവൻ പിടിച്ചു എന്ന് ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ പെൺകുട്ടി പറഞ്ഞത് അതിന്റെ വോയിസ് ക്ലിപ്പ് നമ്മളെല്ലാവരും കേട്ടതാണ്. എന്റെ മാറ് പിടിച്ചവനാണ്, പെലച്ചീനക്ക് തന്തയില്ലാത്ത കുട്ടികളെ ജനിപ്പിക്കുമെന്ന് പറഞ്ഞവനാണ്. ഇവന്റെ സിംഗടികൾ മനസ്സിലാക്കണം. 10 വർഷം മുമ്പ് കോഴിക്കോട് സെറ്റിൽഡായ കേസിൽ എന്തായിരുന്നു പരാതിക്കാരി പറഞ്ഞിരുന്നത്, എന്തായിരുന്നു ഡോക്ടർ സമീഹ പറഞ്ഞിരുന്നത്, റിയാസിനെ കുറിച്ച് പറഞ്ഞിരുന്നതെന്ന് നിങ്ങളൊന്ന് കേൾക്കണം. ഇന്ന് തന്നെ കേൾക്കണം. ഈ ലേഖനം വായിക്കുന്നതിന് മുമ്പ് അതൊന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് ഈ ലേഖനത്തിലേക്ക് കടന്നു പോകാം. നമുക്ക് വലിയ പരാതി കേട്ടിട്ട് രാഹുലിന്റെ ഈ മറ്റേ സന്ദേശം അയച്ചെന്നും പറയുന്ന പരാതിയിലേക്ക് പോകുന്നതാണ് നല്ലത്. നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ, ഞാനിതിവിടെ ഉണ്ടാക്കിയ സാധനങ്ങളൊന്നുമില്ല, ഗൂഗിളിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് നമ്മൾ നോക്കുന്ന സാധനമാണ്. യെസ്, ആദ്യത്തത് ഇന്ത്യ ടുഡേ. യെസ്, ഇന്ത്യ ടുഡേയിൽ, ഇത് വല്ല ആപ്പ ഊപ്പ പത്രമാണെന്നും പറയണ്ടേ. ഇന്ത്യ ടുഡേയിൽ ഇപ്പോഴും ഇന്ത്യ ടുഡേയുടെ ഓൺലൈനിൽ കിടക്കുന്ന വാർത്തയാണ്. സോഷ്യൽ മീഡിയ ചർച്ചകളിൽ സജീവമാകുന്നത് 2015 കേസാണ്. 2015 കേസിനെ കുറിച്ചാണ് ഇന്ത്യ ടുഡേ എഴുതിയിരിക്കുന്നത്. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയും DYFI ദേശീയ അധ്യക്ഷനുമായ PA മുഹമ്മദ് റിയാസിനെതിരെ ഗാർഹിക പീഡനത്തിനായിരുന്നു മുൻ ഭാര്യ ഡോക്ടർ സമീഹ സയ്യിദ് അലവി പരാതി നൽകിയിരുന്നത്. വീണ വിജയന്റെ ഇപ്പോഴത്തെ ഭർത്താവ്, സൂപ്പർ മുഖ്യമന്ത്രിയായി കേരളത്തിൽ ഇങ്ങനെ വിലസി നടക്കുന്ന PA മുഹമ്മദ് റിയാസിന്റെ സ്ത്രീ പീഡന കഥകളാണ് ഇന്ത്യ ടുഡേ പറയുന്നത്. റിയാസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് SFI മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ഡോക്ടർ സമീഹ ഉന്നയിച്ചത്. SFI കുട്ടികൾ ഇന്നലെ ഷാഫി പറമ്പിലിനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ച, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂട്ടുകാരനാണ് എന്ന പേരിൽ ഷാഫി പറമ്പിലിനെ ആക്രമിക്കാൻ വേണ്ടി പോയ SFI അന്തംഗമ്മി കുട്ടികളെ ഡോക്ടർ സമീഹ നിങ്ങളുടെ സ്വന്തം എന്താ പറയാ PA മുഹമ്മദ് റിയാസിന്റെ മുൻ ഭാര്യ അന്ന് കൊടുത്ത പരാതിയാണ്. നിങ്ങളൊക്കെ SFIയുടെ പ്രവർത്തകരല്ലേ? SFIയുടെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു ഡോക്ടർ സമീഹ. സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ഡോക്ടർ സമീഹ ഉന്നയിച്ചത് 2004 മുതലാണ് കാര്യമായ പീഡനം ആരംഭിച്ചത്. കേൾക്കണം, 2004 മുതൽ ആരംഭിച്ച പീഡന കഥയാണ് സമീഹ അന്ന് പറഞ്ഞിരുന്നത്. ഇടയ്ക്കിടെ ചുമരിൽ ചാരി നിർത്തി മർദ്ദിക്കും. രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ ഒരു സ്ത്രീയെയും ചുമരിൽ ചാരി നിർത്തി മർദ്ദിച്ചതായി നമ്മൾ ആരും കേട്ടിട്ടില്ല, ആരും പരാതിയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് പറയുന്ന ആരാണെന്നറിയോ? മുഖ്യമന്ത്രിയുടെ മരുമോന്റെ മുൻ ഭാര്യയാണ് പറഞ്ഞത്, ഇവൻ എന്നെ ചുമരിൽ ചാരി നിർത്തി മർദ്ദിക്കുമെന്ന്. പോലീസ് സ്റ്റേഷന്റെ പരാതിയാണ്, FIR-ലുള്ളതാണ്, കേസിലുള്ളതാണ്. 2004 മുതലാണ് കാര്യമായ പീഡനം ആരംഭിച്ചത്. ഇടയ്ക്കിടെ ചുമരിൽ ചാരി നിർത്തി മർദ്ദിക്കും, മർദ്ദനമേറ്റ് മൂത്ര തടസ്സം വരെ ഉണ്ടായി എന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. കേൾക്കണം, 50 രൂപ നൽകിയാൽ പാളയത്ത് പെണ്ണുങ്ങളെ കിട്ടുമെന്ന് വരെ പറഞ്ഞാക്ഷേപിച്ചു. കേട്ടില്ലേ? ഇമ്മാതിരി തെമ്മാടിത്തം പറഞ്ഞവനാണ് ഇന്ന് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. എന്നിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഉളുപ്പില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ ക്രിമിനൽ എന്ന് വിളിക്കുന്നത്. സ്വന്തം വീട്ടിനുള്ളിൽ ഒരു 1 നമ്പർ ക്രിമിനൽ ഇരിക്കുകയാണ്. മനസ്സിലാക്കണം നിങ്ങൾ. ഇത് PC ഹരീഷ് വെറുതെ പറയുന്ന കാര്യമല്ല. ഇത് ഇന്ത്യ ടുഡേ ഓൺലൈനിൽ വന്ന വാർത്തയാണ് നിങ്ങളെ കാണിക്കുന്നത്. 50 രൂപ നൽകിയാൽ പാളയത്ത് പെണ്ണുങ്ങളെ കിട്ടുമെന്ന് വരെ പറഞ്ഞാക്ഷേപിച്ചു. പീഡനം നിത്യസംഭവമായതോടെ ആത്മഹത്യ ചെയ്യാൻ വരെ തോന്നിയെന്നും പരാതിയിൽ വ്യക്തമാക്കിയിരുന്നു ഡോക്ടർ സമീഹ. പിന്നെ പറയാണ്, SFI സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കെയാണ് ജില്ലാ കമ്മിറ്റി അംഗമായ റിയാസിനെ പരിചയപ്പെടുന്നത്. രാഷ്ട്രീയം ഉപേക്ഷിച്ചാൽ മാത്രമേ വിവാഹത്തിന് സമ്മതിക്കൂ എന്നായിരുന്നു റിയാസിന്റെ കുടുംബത്തിന്റെ നിലപാട്. 2002 മെയ് 27 പട്ടാമ്പിക്കൊപ്പം ജുമാഅത്ത് പള്ളിയിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം. 70 പവൻ സ്വർണമാണ് നൽകിയിരുന്നത്. 10 പവൻ അല്ലാതെയും നൽകി. സ്വർണം മുഴുവൻ കൈക്കലാക്കി. സ്വർണം വേണ്ടെന്നാണ് റിയാസിന്റെ വീട്ടുകാർ ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ വിവാഹത്തിന് ശേഷം വീട്ടുകാർ പൊന്നിന്റെയും പണത്തിന്റെയും കാര്യത്തിൽ വാശി പിടിച്ചു തുടങ്ങിയെന്നും പരാതിയിലുണ്ടായിരുന്നു. മാനസിക പീഡനം, തടി കൂടുതലാണ് എന്നും ഉയരം കുറവാണെന്നും പറഞ്ഞ് ആക്ഷേപിച്ചിരുന്നു. ആര്? ഈ വൃത്തികെട്ടവൻ. MBBS കഴിഞ്ഞ ആളായിട്ടും പ്രാക്ടീസിന് വിടാൻ അനുവദിച്ചിരുന്നില്ല. TV കാണാനോ സുഹൃത്തുക്കളെ കാണാനോ സമ്മതമുണ്ടായിരുന്നില്ല. വീട്ടിലുണ്ടായിരുന്ന CD പ്ലെയർ വരെ എടുത്തുമാറ്റി. തന്റെയും മക്കളുടെയും പേര് പോലും റേഷൻ കാർഡിൽ ചേർത്തില്ലെന്നും പരാതിയിൽ സമീഹ പറഞ്ഞിരുന്നു.
മക്കളെ തന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ റിയാസ് ശ്രമിക്കുമെന്ന് ഭയപ്പെടുന്നതായി സമീഹ പരാതിയിൽ പറയുന്നു. അതേ തുടർന്ന് ആവശ്യമെങ്കിൽ പോലീസ് സംരക്ഷണം നൽകാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഇനി ഒടുവിൽ ഒത്തുതീർന്നു. അതാണ് ഒരു സംഭവം. ഇത് ഒത്തുതീർന്നു. കാരണം ഇവിടെ പൈസ ഉണ്ടെങ്കിൽ, പൈസ വാരി വിതറിയാൽ ഇവിടെ ഏത് കേസും ഒത്തുതീരും. സമവായ ചർച്ചകളിലൂടെ ഗാർഹിക പീഡന പരാതി ഒത്തുതീർന്നു. വിവാഹമോചനവും നേടി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുമായുള്ള കല്യാണമായതോടെയാണ് സമീഹ കേസ് പിൻവലിച്ചത്. മക്കൾ സമീഹയ്ക്ക് ഒപ്പമാണ്. ധാരണപ്രകാരം പ്രതിമാസം 10,000 രൂപ കുട്ടികളുടെ ചെലവിലേക്കായി മുഹമ്മദ് റിയാസ് നൽകുന്നുണ്ട്. അങ്ങനെ 10,000 രൂപ പ്രതിമാസം നൽകാമെന്നുള്ള ഉറപ്പിൽ PM മുഹമ്മദ് റിയാസിന്റെ ഈ പീഡന പരമ്പര നമ്മൾ ഓർക്കേണ്ടതുണ്ട്. MP ഗോവിന്ദൻ ദേശാഭിമാനിയിൽ വേട്ടക്കാരെ കുറിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിലെ വേട്ടക്കാരെ കുറിച്ച് ലേഖനം എഴുതുമ്പോൾ അന്തംഗമ്മികൾ ഞങ്ങളുടെ നേതാവും ഇതേപോലെ നല്ല ഒന്നാം നമ്പർ ഈ രാഹുൽ മാങ്കുട്ടത്തിനെ പോലെ ഈ ആപ്പ ഉപ്പ പരിപാടി എന്നല്ല ഞങ്ങളുടെ നേതാവ്, പിടിച്ചു നിർത്തി ചുമരിന് ചാർത്തി നിന്നിട്ട് നല്ല ചാമ്പല് ചമ്പിയ സ്ത്രീ പീഡകനാണ് ഞങ്ങളുടെ നേതാവ്. എന്താ പറയാ, സ്ത്രീധനത്തിന് വേണ്ടി ഞങ്ങളുടെ നേതാവ് നടത്തിയ ഈ പീഡന പരമ്പരകൾ വിജൃംഭിച്ചോളി സഖാക്കളന്മാരെ. അതല്ലാതെ എന്താ പറയാനുള്ളത്? ഇനി ഇത് ഇന്ത്യ ടുഡേയുടെ മാത്രം ഒരു കെട്ടിയുണ്ടാക്കിയ വാർത്തയല്ല. ഇന്ത്യൻ ഹെറാൾഡ് റിപ്പോർട്ട് ചെയ്യുന്നു. മുഹമ്മദ് റിയാസിനെതിരെ ഭാര്യ നൽകിയ ഗാർഹിക പീഡന കേസ് ഒത്തുതീർത്തു. ഇരുവരും വിവാഹമോചിതരാകുന്നു എന്നായിരുന്നു ആ വാർത്ത. ഇതും ഇപ്പോഴും ഓൺലൈനിൽ കിടക്കുന്നുണ്ട്. DYFI കേന്ദ്ര കമ്മിറ്റി അംഗവും പ്രമുഖ CPM നേതാവുമായ അഡ്വക്കേറ്റ് PM മുഹമ്മദ് റിയാസിനെതിരെ ഭാര്യ ഗാർഹിക പീഡനത്തിന് പരാതി നൽകിയത് പിൻവലിച്ചിരിക്കുന്നു. PM മുഹമ്മദ് റിയാസിന്റെ ഭാര്യ ഡോക്ടർ സമീഹ സൈദലവി ഗാർഹിക പീഡന നിയമപ്രകാരം നൽകിയ കേസാണ് വ്യവസ്ഥകളോടെ ഒത്തുതീർത്തത്. ഈ സ്വയം പിൻവലിച്ചു പോയതല്ല കേട്ടോ, വ്യവസ്ഥകളോടെ ഒത്തുതീർത്തത്. ഇരുവരുടെയും അഭിഭാഷകർ തമ്മിൽ കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പിലാക്കുകയും കേസ് പിൻവലിക്കുകയുമായിരുന്നു. വിവാഹമോചനത്തിന് മുഹമ്മദ് റിയാസ് സമ്മതിച്ചതിനെ തുടർന്നാണ് സമീഹ കേസ് പിൻവലിക്കാൻ തീരുമാനിച്ചത്. ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നു എന്ന് കാണിച്ചാണ് സമീഹ പരാതി നൽകിയിരുന്നത്. ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നുവെന്ന് കാണിച്ചാണ് സമീഹ പരാതി നൽകിയിരുന്നത്. സമീഹയുടെയും കുട്ടികളുടെയും സംരക്ഷണം ഉറപ്പുവരുത്തണമെന്ന് കോടതി നടക്കാവ് പോലീസിന് നിർദ്ദേശവും നൽകിയിരുന്നു. വ്യവസ്ഥകൾ പ്രകാരം രണ്ടാംകുട്ടികൾക്കും 5,000 രൂപ വീതം പ്രതിമാസം ചെലവിന് നൽകണം. 11ഉം 4ഉം വയസ്സുണ്ട് കുട്ടികൾക്ക്. ഡോക്ടർ സമീഹയ്ക്കായിരിക്കും കുട്ടികളുടെ സംരക്ഷണ ചുമതല. അവധി ദിവസങ്ങളിൽ മുഹമ്മദ് റിയാസിനും കുടുംബത്തിനും കുട്ടികളെ വന്ന് കാണാം. കോഴിക്കോട് കുടുംബ കോടതിയിൽ 2 ദിവസത്തിനകം വിവാഹമോചന ഹർജി ഫയൽ ചെയ്യും. മുഹമ്മദ് റിയാസിന് വേണ്ടി അഡ്വക്കേറ്റ് PV ഹരിയും സമീഹയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് PM സോമസുന്ദരവും ഹാജരായി എന്നുള്ള വാർത്തയാണ് ഇന്ത്യൻ ഹെറാൾഡിന്റെ ഓൺലൈനിൽ കിടക്കുന്നത്. SFI മുൻ സംസ്ഥാന സമിതി അംഗമായിരുന്ന ഡോക്ടർ സമീഹ വിദ്യാർത്ഥിനിയായിരുന്നപ്പോഴാണ് മുഹമ്മദ് റിയാസുമായി അടുപ്പത്തിലാവുന്നത്. വീട്ടുകാരുമായി ആലോചിച്ച് 2002 മെയ് 27 ഇരുവരും വിവാഹിതരായി. വടകര മണിയൂർ ഗവൺമെന്റ് ഡിസ്പെൻസറിയിൽ മെഡിക്കൽ ഓഫീസറാണ് സമീഹ. ഈസ്റ്റേൽ നയൻ ഗായത്രിയിലെ വാടക വീട്ടിലാണ് സമീഹയും കുട്ടികളും താമസിക്കുന്നത്. പട്ടാമ്പി കൊപ്പം സ്വദേശിയായ സമീഹ മുൻ SFI സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. 10 പവൻ മെഹറായും നൽകി. സ്വർണം വേണ്ടെന്നായിരുന്നു റിയാസിന്റെ കുടുംബക്കാരുടെ നിലപാട്. എന്നാൽ വിവാഹത്തിന് ശേഷം വീട്ടുകാർ സ്വർണത്തിന്റെയും പണത്തിന്റെയും കാര്യത്തിൽ വാശി പിടിച്ചു തുടങ്ങിയെന്നും സമീഹ പരാതിയിൽ പറഞ്ഞിരുന്നു. ഇനി മറ്റൊരു ഓൺലൈനില് ഇടയ്ക്കിടെ ചുമരിൽ ചാരി നിർത്തി മർദ്ദിക്കും. തലക്കെട്ടാണ്, ഇടയ്ക്കിടെ ചുമരിൽ ചാരി നിർത്തി മർദ്ദിക്കും. MBBS എടുത്തിട്ടും പ്രാക്ടീസ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. TV കാണാനോ സുഹൃത്തുക്കളെ കാണാനോ വരെ അനുവദിക്കുന്നില്ല. CPM നേതാവ് അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഭാര്യ കോടതിയിൽ. ഇത് മറുനാടനിൽ വന്ന വളരെ ഡീറ്റെയിൽ ആയ വാർത്തയാണ്. ഇത് വന്നത് 18 സെപ്റ്റംബർ 2015 രാവിലെ 10 മണിക്കാണ് പോസ്റ്റ് ചെയ്ത വാർത്തയാണ്. കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് T സിദ്ദിഖിന് പിന്നാലെ കോഴിക്കോട്ടെ CPIM നേതാവ് അഡ്വക്കേറ്റ് PM മുഹമ്മദ് റിയാസും ഗാർഹിക പീഡന കേസിൽ. അങ്ങനെയാണ് ഇവര് തലക്കെട്ട് കൊടുത്തത്. ആരും മോശക്കാരല്ല. DYFI കേന്ദ്ര കമ്മിറ്റി അംഗം റിയാസിനെതിരെ ഭാര്യ ഡോക്ടർ സമീഹ സൈദലവിയാണ് പരാതി നൽകിയത്. കോഴിക്കോട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 4 നൽകിയ പരാതി ഫയൽ സ്വീകരിച്ച ജഡ്ജി MN സാബു റിയാസിനെ നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടു. കേസ് പരിഗണിക്കുന്നത് കോടതി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. ആവശ്യമെങ്കിൽ റിയാസിന്റെ ഭാര്യ ഡോക്ടർ സമീഹ സൈദലവിക്കും മക്കൾക്കും സംരക്ഷണം നൽകണമെന്നും കോടതി നടക്കാവ് പോലീസിന് നിർദ്ദേശം നൽകി. ഭർത്താവിൽ നിന്നും ഗാർഹിക പീഡനം ഉള്ളതായും മക്കളുടെ ചെലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് റിയാസിന്റെ ഭാര്യയുടെ പരാതി. ഏറെ നാളായി സമീഹയ്ക്ക് പരാതി ഉണ്ടായിരുന്നുവെങ്കിലും ഈയിടെയാണ് കോടതിയെ സമീപിച്ചിരുന്നത്. തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും മർദ്ദിക്കുന്നതായും പരാതിയിൽ പറയുന്നുണ്ട്. ഇന്നലെയായിരുന്നു സമീഹയുടെ ഹർജി കോടതി പരിഗണിച്ചത്. ഭാര്യ സമീഹ
പോലീസ് പ്രൊട്ടക്ഷൻ നൽകണമെന്ന ആവശ്യവും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് യുവതിക്ക് ആവശ്യമായ സംരക്ഷണം നൽകാനും ആവശ്യമുള്ളപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ നൽകാനുമായിരുന്നു കോടതിയുടെ ഉത്തരവ്. കോഴിക്കോട് 4ാം കോടതിയിൽ നിന്നുള്ള ഉത്തരവ് നടപ്പാക്കുന്നതിനായി നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് ഉത്തരവ് കൈമാറിയിട്ടുണ്ടെന്നും റിയാസിന്റെ ഭാര്യ ഡോക്ടർ സമീഹ സൈദലവിക്ക് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തുമെന്നും നടക്കാവ് എസ് ഐ ഗോപകുമാർ മറുനാടൻ മലയാളിയോട് പറഞ്ഞു. റിയാസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് SFI മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ഡോക്ടർ സമീഹ ഉന്നയിച്ചിരുന്നത്. 2004 മുതലാണ് കാര്യമായ പീഡനം ആരംഭിച്ചത് എന്ന് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഗോവിന്ദ കളിമാഷേ, ഇതൊന്നും നമുക്ക് നാളത്തെ ദേശാഭിമാനിൽ കൊടുക്കണേ. ഈ വാർത്ത കൂടി ഒരു പഴയ പരമ്പര കൊടുക്കുന്നത് നല്ലതാണല്ലോ. അപ്പൊ 2004 മുതലാണ് കാര്യമായ പീഡനം ആരംഭിച്ചത് എന്നാണ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇടയ്ക്കിടെ ചുമരിൽ ചാരി നിർത്തി മർദ്ദിക്കും, മർദ്ദനമേറ്റ് മൂത്രതടസ്സം വരെ ഉണ്ടായി എന്നും പരാതിയിൽ പറയുന്നു. കൂടാതെ സ്വർണം മുഴുവൻ കൈക്കലാക്കി, 50 രൂപ നൽകിയാൽ പാളയത്ത് പെണ്ണുങ്ങളെ കിട്ടുമെന്ന് വരെ പറഞ്ഞ് ആക്ഷേപിച്ചു. പീഡനം നിത്യസംഭവമായതോടെ ആത്മഹത്യ ചെയ്യാൻ വരെ തോന്നി. മക്കളെ വീട്ടിൽ നിർത്തി ഒഴിഞ്ഞുപോയിക്കൊള്ളാനാണ് ഭർത്താവ് റിയാസ് പറഞ്ഞത് എന്നും പരാതിയിൽ വ്യക്തമാക്കി. സ്കൂളിൽ പഠിക്കുന്ന മക്കളെ റിയാസും ഗുണ്ടകളും തട്ടിക്കൊണ്ടുപോകുമെന്ന ഭീതിയുണ്ട്, അതിനാലാണ് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും പരാതിയിൽ പറയുന്നു. SFI സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കെയാണ് ജില്ലാ കമ്മിറ്റി അംഗമായ റിയാസിനെ പരിചയപ്പെടുന്നത്. രാഷ്ട്രീയം ഉപേക്ഷിച്ചാൽ മാത്രമേ വിവാഹത്തിന് സമ്മതിക്കൂ എന്നായിരുന്നു റിയാസിന്റെ കുടുംബത്തിന്റെ നിലപാട്. 2002 മെയ് 27 പട്ടാമ്പിക്കൊപ്പം ജുമാഅത്ത് പള്ളിയിൽ വെച്ചാണ് ഇരുവരുടെയും വിവാഹം നടന്നത്. 70 പവൻ സ്വർണ്ണമാണ് നൽകിയിരുന്നത്. 10 പവൻ മെഹറായി നൽകി. സ്വർണം വേണ്ടെന്ന് റിയാസിന്റെ വീട്ടുകാർ നേരത്തെ നമ്മുടെ മറ്റ് ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ പറഞ്ഞ പോലുള്ള വാർത്തയാണ് ഇതിലും ആവർത്തിച്ചിരിക്കുന്നത്. അപ്പോ മനസ്സിലായല്ലോ മറ്റേ സിനിമയിൽ ചോദിക്കാൻ മതി, മനസ്സിലായോ ഗോവിന്ദ, മനസ്സിലായോ SFI സഖാക്കളെ? ഷാഫിനെ തടയാൻ പോയിക്കുന്നു. പോയി കണ്ട് ക്ലിഫേഴ്സ് പോയി കണ്ട് തടയിടോ നിങ്ങളെ പഴയ നേതാവിനെ. ഇപ്പോഴും മറ്റേ സൂപ്പർ മുഖ്യമന്ത്രിയായി വെലസില്ലേ? ഇങ്ങനെ തൊലിക്കട്ടിയുള്ള ഒരു ആൾക്കാര് ആകെ ആകെ അപമാനത്തിന്റെ ചളിക്കുണ്ടിൽ ആഴ്ന്ന് കിടക്കുമ്പോഴും എന്നിട്ട് അങ്ങോട്ട് നോക്കിങ്ങാണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സതീശൻ സംരക്ഷിക്കുന്നു. സതീശൻ പൊട്ടനായതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ മറ്റേ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നാണ് മാറ്റി. പിന്നെ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് നീക്കം ചെയ്തു. പാർട്ടിയുടെ ഈ അടിസ്ഥാന ഒരു മെമ്പർഷിപ്പ് പോലും ഒഴിവാക്കി, പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കി. ഇതൊക്കെ ചെയ്ത സതീശൻ വല്ലതും ചെയ്യേണ്ട കാര്യം ഉണ്ടേനോ? ഇതൊക്കെയാണ് ചെയ്തു കഴിഞ്ഞപ്പോൾ അപ്പോഴെന്താ പറയുന്നത്, ഞാൻ മറ്റേ MLA സ്ഥാനം കൂടിയാണ് രാജിവെക്കണം, മുകേഷ് MLA ആയാൽ മതി, കാരണം വലിയ പീഡകര് മാത്രം പിണറായിന്റെ മന്ത്രിസഭയിൽ മതി, പിണറായിന്റെ ഈ ഈ സർക്കാരിൽ മതി. ഈ MLA ചെറിയ ചീള് കേസ് ഈ പീഡന കേസുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് കണ്ട് എന്ത് ചെയ്യണം, തൂക്കിക്കൊല്ലണം. എന്നിട്ട് നമുക്ക് നമ്പർ വൺ പീഡകരായ റിയാസ്, പിന്നെന്താണ്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, എനിക്ക് തന്നെ ഒരു ചളിപ്പോന്നു. ഈ വൃത്തികെട്ടന്മാരെ പേരിങ്ങനെ പറഞ്ഞ് നമ്മളെ നാവ് തന്നെ പുളിച്ചു പോകുകയാണ്. അപ്പൊ ഇതാണ് വേട്ടക്കാർക്ക് കൂട്ടുപോകുന്നവർ. അപ്പോൾ ശരിക്കും മനസ്സിലായല്ലോ, വേട്ടക്കാർക്ക് കൂട്ടുപോകുന്നത് ആരാണ്? VD സതീശനല്ല. വേട്ടക്കാർക്ക് കൂട്ടുപോകുന്നതും കൂട്ടിരിക്കുന്നതും വേട്ടക്കാരെ കൊണ്ട് നടക്കുന്നതും തലയിലേറ്റി നടക്കുന്നതും മുഴുവൻ ഇവിടുത്തെ സഖാക്കളാണ്. മനസ്സിലായല്ലോ? പറയിപ്പിക്കുകയാണ് വെറുതെ. റിയാസിന്റെ കാര്യം ഞാൻ പറയുന്നത് ആഗ്രഹിച്ചതല്ല, പറയിപ്പിക്കുകയാണ്. ഉളുപ്പും മാനില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയാം, പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. ഇനി ഒന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, കേരളത്തിലെ യഥാർത്ഥ സ്ത്രീ പീഡകന്മാർ ആരാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വാർത്താ വിശേഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യം കയ്യിൽ തടഞ്ഞ പത്രം നമ്മുടെ പ്രിയപ്പെട്ട ദേശാഭിമാനിയാണ്. നമുക്കിന്ന് ദേശാഭിമാനി വെച്ച് തന്നെ തുടങ്ങാം. ദേശാഭിമാനിയിലെ ഒരു വാർത്ത, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തു എന്നുള്ളതാണ്. ഇതാ, ലൈംഗിക പീഡന പരാതി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തു. ഞാൻ ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് എല്ലാ പത്രങ്ങളിലും ഈ ഒരു വാർത്തയുണ്ട്. ഇത്രമാത്രം പ്രാധാന്യത്തിലൊന്നും അല്ലെങ്കിലും പത്രങ്ങളൊക്കെ ഈ വാർത്ത കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് പത്രങ്ങൾ അത്രമാത്രം പ്രാധാന്യം ഈ വാർത്തക്ക് കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ക്രൈംബ്രാഞ്ച് കേസെടുത്തത് ഒരു അടിസ്ഥാനവുമില്ലാതെയാണ്.
പരാതിക്കാരില്ലാതെ. എന്നിട്ട് ഇപ്പം പരാതിക്കാരുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പരാതിക്കാർക്ക് എന്താ പറയാ, പരാതിക്കാർക്ക് സംരക്ഷണമല്ല പ്രതിഫലം കൊടുക്കുന്ന പറയുന്നത്. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു കേസ് ഉണ്ടായിരിക്കുകയാണ്. കേസൊക്കെ എടുത്തു, പക്ഷെ പരാതിക്കാരില്ല. പരാതിക്കാർ വേഗം വരണം. പരാതിക്കാർ വന്നു കഴിഞ്ഞാൽ പരാതിക്കാർക്ക് എല്ലാവിധ സംരക്ഷണവും കൊടുക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു കേസാണ് എടുത്തത്. അപ്പൊ ഇനി മുതൽ നാളെ അല്ലെങ്കിൽ ഇന്ന് മുതൽ നമ്മുടെ വി ഡി സതീശനും കൂട്ടർക്കും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു FIR പോലും ഇല്ലല്ലോ, കേസെടുത്തില്ലല്ലോ, പരാതിക്കാരില്ലല്ലോ എന്നൊന്നും പറയാൻ പിണറായി സഖാവ് സമ്മതിക്കില്ല. പിണറായി ആരാ മക്കളെയാ? പിണറായിനോടാണ് കളി. പിണറായി വളരെ കൃത്യമായി, പിണറായി ആദ്യം പറഞ്ഞു ഇതിന് ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നു പറഞ്ഞ് തീർന്നില്ല. അപ്പോഴത്തേക്ക് ക്രൈംബ്രാഞ്ച് കേസെടുത്തു. കേസിനി എങ്ങനെ പോകും എന്നൊക്കെ അറിയണമെങ്കിൽ അത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കാരണം ഈ ക്രൈംബ്രാഞ്ച് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് ഈ പരാതി, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പോലും പറയാതെ ഈ പരാതി ഉന്നയിച്ച റിനി ആൻ ജോർജ് എന്ന് പറയുന്ന സിനിമാ നടി എന്ന് പറയപ്പെടുന്ന ഒരു സിനിമാ നടി, പിന്നെ ഉള്ളത് ഒരു ട്രാൻസ് വുമൺ ആയ അവന്തികയുടെ പരാതി തെറ്റാണ്, അല്ലെങ്കിൽ അവന്തികയാണ് യഥാർത്ഥത്തിൽ കുറ്റക്കാരി എന്നുള്ള രീതിയിൽ അവന്തികയുടെ സുഹൃത്ത്, അവന്തികയുടെ ഏറ്റവും അടുത്ത ഒരേ കട്ടിലിൽ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്ന മറ്റൊരു ട്രാൻസ് വുമൺ പറഞ്ഞു അവന്തിക പറഞ്ഞത് മുഴുവൻ കള്ളത്തരാണ്, രാഹുൽ മാങ്കൂട്ടത്തെ അങ്ങോട്ട് ചാടി കയറിങ്ങാണ്ട് ക്രഷ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചൊറിഞ്ഞതല്ല ഈ ചാറ്റുകളൊക്കെ തുടങ്ങിയത് അവന്തികയാണ്. അവന്തികയുടെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ ഈ മാതിരി നേരത്തെ തന്നെ 2 സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ 50,000 രൂപ ഇവരെ ഭീഷണിപ്പെടുത്തി വാങ്ങിയതാണ്. ഇങ്ങനെ ഓരോ ആൾക്കാർക്ക് ഇങ്ങനെ എന്താ പറയാ മെസ്സേജ് അയച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അശ്ലീല ചുവയാർന്ന എന്തെങ്കിലും ഒരു മെസ്സേജ് തിരിച്ചു വന്നാൽ അതോടുകൂടി അവന്തിക അവർക്കെതിരെ തിരിയും, അവരെ ഭീഷണിപ്പെടുത്തും. അതാണ് അവന്തികയുടെ സ്ഥിരം സ്വഭാവം. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനോടും അവന്തിക കളിച്ചതാണ് എന്നുള്ളത് അന്ന രാജു ആണ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞതാണ്. നമ്മുടെ മലയാള പത്രങ്ങൾ ഇത്തരം കാര്യങ്ങളൊന്നും അങ്ങനെ വലിയൊരു പബ്ലിസിറ്റി കൊടുക്കാത്തതുകൊണ്ട് അധികാരം അറിഞ്ഞില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ വളരെ കൃത്യമായി അവരുടെ ഈ പ്രസ് കോൺഫറൻസിൽ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവന്തിക രാഹുൽ മാങ്കൂട്ടം തന്നെ പറഞ്ഞല്ലോ, രാഹുൽ മാങ്കൂട്ടം തന്നെ പറഞ്ഞു ആഗസ്റ്റ് 1-ാം തീയതി അവന്തിക വിളിച്ചിട്ട് തന്നോട് സംസാരിച്ച കാര്യം നേരത്തെ പല പ്രാവശ്യം ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞതാണ്, നിങ്ങൾ എല്ലാവരും മറ്റു ചാനലുകളിൽ നിന്നൊക്കെ നിങ്ങൾ കേട്ടതാണ്. അപ്പൊ പറഞ്ഞു വരുന്നത് അവന്തികനെ നമുക്ക് തള്ളിക്കളയാം, അവന്തികയുടെ ഈ ആരോപണം പൂർണ്ണമായും നമുക്ക് ഒരിക്കലും വിശ്വാസയോഗ്യമല്ല എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു. പിന്നുള്ളത് പേര് പറയാത്ത നേരത്തെ പറഞ്ഞ റിനി ആൻ ജോർജ് ആണ്. പിന്നുള്ളത് ഈ ഹണി ഭാസ്കരൻ എന്ന് പറയുന്ന പ്രവാസി എഴുത്തുകാരിയാണ്. അവർക്കെതിരെ അവരും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അവരുടെ ഒരു അനുഭവം പറഞ്ഞിട്ടില്ല കേട്ടോ. ആരൊക്കെയോ പരാതി പറഞ്ഞു എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമാണ് അവർ പറഞ്ഞത്. പിന്നുള്ളത് 2 ഇതാണ് എന്താ പറയാ, ഈ ഗർഭഛിദ്രം നടത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ രാഹുൽ വധഭീഷണി മുഴക്കി എന്നൊക്കെ തരത്തിലുള്ള 2 വോയിസ് ക്ലിപ്പുകളാണ്. പക്ഷെ ഈ വോയിസ് ക്ലിപ്പുകൾ ആരുടേതാണ് ഈ ശബ്ദം എന്ന് പോലും നമുക്ക് അറിയില്ല. ഇത് യഥാർത്ഥത്തിൽ രാഹുലിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉദ്ദേശിച്ചുള്ളതാണ് വോയിസ് ക്ലിപ്പുകൾ എന്ന് ഇത് കേൾക്കുന്ന അരിയാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. അന്തംഗമ്മികൾക്ക് മനസ്സിലാവില്ല, ബാക്കി എല്ലാ ആൾക്കാർക്കും കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. കാരണം ഞാൻ ഇന്നലത്തെ എന്റെ വീഡിയോയിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു, ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും രാഹുലാണ് ആകെ ബേജാറായത് ഗർഭം എന്നൊക്കെ കേട്ടപ്പോൾ. ഈ പെൺകുട്ടിക്ക് ഗർഭിണിയാണ് എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഒരു കൂസലും ഇല്ല, എന്നിട്ട് രാഹുലിന്റെ മേലേക്ക് തട്ടിക്കേറിയാണ്. അവസാനം രാഹുലിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ്, എന്നെ എന്തെങ്കിലും കലക്കി തന്നു കൊല്ലുവോ എന്നൊക്കെ ചോദിച്ചപ്പം എനിക്ക് അങ്ങനെ ചെയ്യാനാണെങ്കിൽ നേരത്തെ ചെയ്തൂടെ എന്നുള്ള രീതിയിൽ രാഹുൽ പറഞ്ഞതാണ് വളച്ചൊടിച്ച് രാഹുൽ വധഭീഷണി മുഴക്കി എന്നൊക്കെ രീതിയിൽ, അല്ലെങ്കിൽ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ രീതിയിൽ ഈ പെൺകുട്ടിയും ഇതിനെ തുടർന്ന് നമ്മുടെ ആ ചാനലും മരമുറി ചാനലും പിന്നെ തുടർന്ന് MV ഗോവിന്ദനും നമ്മുടെ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിലൊക്കെ അതാ പറഞ്ഞത്, ഒരു ഭീഷണി മുഴക്കി. ഏറ്റവും വലിയ ക്രൈമാണ് ചെയ്തത്, ഈ എന്താ പറയാ ഗർഭിണിയായ യുവതിയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. അപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു തരത്തിലും നിയമപരമായി നിലനിൽക്കാത്ത കുറച്ച് എയറിലുള്ള കുറച്ച് ചില കൊതിക്കെറിവുകൾ ഇത് വെച്ചിട്ടാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. പക്ഷേ ദേശാഭിമാനിക്ക് അത് മതി. ഇവര് എന്താ പറയാ, ഇതൊക്കെയാണല്ലോ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പിടിവള്ളികൾ. ഈ വാർത്തയിൽ ഇങ്ങനെയാണ് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക പീഡന പരാതികളിൽ DGPയുടെ നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.
DGPക്ക് ഇമെയിലും വിവിധ സ്റ്റേഷനുകളിലും ലഭിച്ച പരാതികളുടെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്താണ് കേസ്. ഈ പരാതികൾ എന്ന് പറഞ്ഞാൽ വേറെ കുറെ ആൾക്കാർ നൽകിയ പരാതികളാണോ, ഇങ്ങനെ കുറെ ആരോപണങ്ങളൊക്കെ അവിടെയും ഇവിടെ നിന്നൊക്കെ ഉന്നയിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ചില ആൾക്കാർ കൊടുത്ത പരാതികളാണ്, അല്ലാതെ ഇരകളുടെ പരാതിയല്ല. നിർബന്ധിത ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്ന സന്ദേശം അയച്ചു. ഇതൊക്കെയാണ് രാഹുലിനെതിരായ കുറ്റങ്ങൾ. നിർബന്ധിത ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്ന സന്ദേശം അയച്ചത്രേ. ആർക്ക് അതറിയില്ല, ആർക്കാണെന്ന് അറിയില്ല, ഗർഭം ഉണ്ടോന്ന് പോലും അറിയില്ല. അവിടെ നിൽക്കട്ടെ. ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തി, അതാണ് മറ്റൊന്ന്. ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തി. ആര് ഒന്നും അറിയില്ല. സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങളിൽ പിന്തുടർന്ന് ശല്യപ്പെടുത്തി. രാഹുലിനെ സമൂഹ മാധ്യമങ്ങളിൽ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയത് അവന്തികയാണെന്ന് അവന്തികയുടെ സുഹൃത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ചെന്നിട്ടാണ് രാഹുലിനെ ക്രഷ് ഉണ്ട് എന്ന് പറഞ്ഞാണ് രാഹുലിനെ ആയിട്ട് ബന്ധം സ്ഥാപിച്ചത്. അപ്പൊ ഇതൊക്കെ പൊളിയുന്നു. ഇനി സ്ത്രീകൾക്ക് മാനസിക വേദന ഉണ്ടാക്കി തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചുമത്തിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് മാനസിക വേദന ഉണ്ടാക്കിയത്ര നിങ്ങളെ സോഷ്യൽ മീഡിയ ജസ്റ്റ് ഒന്ന് ഫേസ്ബുക്കോ ഏത് തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുറന്നാൽ അതിൽ മുഴുവനും രാഹുലിനെതിരെ ആദ്യമായി ഈ ആരോപണം ഉന്നയിച്ച, രാഹുലിന്റെ പേര് പറയാതെ ആരോപണം ഉന്നയിച്ച റിനി ആൻ ജോർജ് എന്ന് പറയുന്ന സിനിമാ നടി അല്ലാത്ത സിനിമാ നടി ആണെന്ന് പറയുന്ന സിനിമാ നടി, എനിക്കറിയില്ല കേട്ടോ, ഞാൻ കുറെ പരിധി നോക്കി ഇവർ ഏത് സിനിമയിലാണ് അഭിനയിച്ചതെന്ന്. അവരിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ഷോ കണ്ടാലേ, അതായത് അത്തരം പെൺകുട്ടികൾക്കാണ് എന്താന്ന് പറയുന്നത് അറിയോ, സോറി, സ്ത്രീകൾക്ക് മാനസിക വേദന ഉണ്ടാക്കി. ആര്? രാഹുല് ഇത്തരം സ്ത്രീകൾക്ക് മാനസിക വേദന ഉണ്ടാക്കുന്ന റിനി ആൻ ജോർജ് ഒക്കെ തുള്ളി ചാടുകയാണ്. ഈ റിനിയുടെ സോഷ്യൽ മീഡിയയില് ഇവരുടെ റീൽസ് ഒക്കെ കണ്ടാലേ ഇവർക്ക് ആഹ്ലാദം. മാങ്ങ പിടിച്ച് മാങ്ങയെ കുറിച്ച് സംസാരിക്കുന്നു, മറ്റേ പൂള്ളി ചാടി മത്സ്യത്തെ പിടിക്കാൻ വേണ്ടി നോക്കുന്നു, തുള്ളിച്ചാടുന്നു, ഓണാഘോഷം. ആകെ ഹരത്തിലാണ്, ത്രില്ലടിച്ചിരിക്കുകയാണ്. ലോകത്താദ്യമായിട്ടായിരിക്കും തന്നെ പീഡിപ്പിച്ചു, അല്ലെ തന്നെ എന്താ പറയുക, അപമാനിക്കാനോ പീഡിപ്പിച്ചതെന്നല്ലല്ലോ, എങ്ങനെ പീഡിപ്പിച്ചതെന്നൊക്കെ പറയാം. എങ്കിലും ആവട്ടെ, തനിക്കെതിരെ അശ്ലീല സന്ദേശം അയച്ചു, തന്നെ മാനസികമായി പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്ന ഒരു സ്ത്രീ ഇത് ഉന്നയിച്ചു കഴിഞ്ഞിട്ട് തുള്ളിച്ചാടുന്നത്, ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടുന്നത് ഒരു പക്ഷേ ലോകത്താദ്യത്തെ സംഭവമായിരിക്കും. ഏതായാലും അതൊക്കെയാണ് ദേശാഭിമാനി മാത്രമല്ല കേട്ടോ, എല്ലാ പത്രങ്ങളും ഇത് പറയുന്നു. കാരണം പറയാതിരിക്കുന്ന വൃത്തിയില്ല. ക്രൈംബ്രാഞ്ച് ആ രീതിയിലാണ് കേസ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി ഇവർക്ക് പറഞ്ഞിരിക്കാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് കേസ് എടുത്തിരിക്കുന്നു, കേസ് നിൽക്കോ ഇല്ലേ എന്നുള്ളത് അത് പിന്നെ പറയേണ്ട കാര്യമില്ല. കാരണം ഇതൊക്കെ ഒരു ആരോപണങ്ങൾ, ഇങ്ങനെ എന്താ പറയാ, പെണ്ണ് പിടിയാൻ കോഴി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, കോഴി ഫാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തുക. മാത്രമല്ല രാഹുലിന്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ രാഹുലിനെ ന്യായീകരിക്കുന്ന ആൾക്കാരെ, ആർക്കും രാഹുലിന്റെ ഒപ്പം നിൽക്കാം, ആർക്കും രാഹുലിനെ ന്യായീകരിക്കാം. ഇതൊക്കെ ഓരോരാളുടെ അവകാശമല്ലേ. ഷാഫി പറമ്പിൽ വളരെ കൃത്യമായി രാഹുലിന്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ രാഹുലിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിലിനെ കഴിഞ്ഞ ദിവസം എടാ നായെ പട്ടിയെ എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത്. ഷാഫി പറമ്പില് കാറിന്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടും ഇവരോട് അതിരൂക്ഷമായ ഭാഷയിൽ ഇവരോട് അമ്മാതിരി പരിപാടി ഒന്നും എടുക്കണ്ട എന്നുള്ളത് ഷാഫി പറമ്പിലൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ ഈ ഡിവൈഎഫ്ഐക്കാർക്ക് ആകെ വെകിളി പിടിച്ചിരിക്കുന്ന ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇങ്ങനെ ഒരു ആരോപണമൊക്കെ ഉയർന്നു എന്നുള്ള രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തെ തടയുന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തായ മറ്റൊരു MP ആയ ഷാഫി പറമ്പിലിന്റെ ഒരു പൊതുപരിപാടിയിൽ ഷാഫി പറമ്പിലിനെ തടയുക എന്നൊക്കെ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, ഇതിനൊക്കെ തെമ്മാടിത്തം എന്നല്ല പിന്നെന്താ പറയാ. ഒന്ന് പറയാൻ മറ്റെന്തെങ്കിലും വാക്കുകളുണ്ട് എന്ന് പറയാം. ഷാഫിയെ നായ പട്ടി എന്നൊക്കെ വിളിക്കുക. ഞാൻ പറയുന്നു, ഈ ഡിവൈഎഫ്ഐക്കാരും SFIക്കാരും ഗോവിന്ദനും പിണറായി ഒക്കെ ഉത്തരം പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത് കേട്ടോ. ഞാൻ പറയാം. ഞാൻ ആദ്യം ജസ്റ്റ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വാർത്ത ഒന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളൂ. ഏറ്റവും പ്രധാനമായി ഇതിന്റെ എഡിറ്റോറിയൽ പേജിൽ ദേശാഭിമാനി വായിക്കാതെ ഇരിക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരൊക്കെ ഇന്ന് ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജില് CPMന്റെ സൈദ്ധാന്തികനായ EMSന് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ ആരാന്ന് മനസ്സിലായല്ലോ, കളിമാഷ് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. MB ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറിയാണത്രേ MB ഗോവിന്ദൻ. മൂപ്പരുടെ ഒരു ലേഖനമാണ് വേട്ടക്കാർക്ക് കൂട്ടുപോകുന്നവർ എന്നാണ് തലക്കെട്ട്. വേട്ടക്കാർക്ക് കൂട്ടുപോകുന്നവർ, വലിയ ഒരു 3/4 പേജ് വലിപ്പത്തിലുള്ള ഒരു ലേഖനമാണ് നേർവഴി
MV ഗോവിന്ദൻ നേർവഴി എന്ന് പറയുന്ന മൂപ്പരുടെ ഒരു പ്രതിവാര പങ്ക്തിയിൽ MV ഗോവിന്ദൻ പടക്ക വെച്ച് അടിച്ച ലേഖനമാണ്. ഇതിന്റെ ഒരു എന്താ പറയാ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എടുത്ത് വലുതാക്കിയിട്ട് അതിന്റെ ഹൈലൈറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതാദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. കോൺഗ്രസിന്റെ ജീർണ മുഖം കൂടുതൽ വികൃതമാക്കപ്പെടുകയാണ് ഇപ്പോൾ. മനസ്സിലായല്ലോ? കോൺഗ്രസിന്റെ ജീർണ മുഖം കൂടുതൽ വെളിപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. കാരണം രാഹുൽ മാങ്കൂട്ടം സന്ദേശം അയച്ചു. എന്തോ ചില അശ്ലീല സന്ദേശങ്ങൾ അയച്ചു അത്രേ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വരുന്നതിന് മുമ്പ് തന്നെ 2 കോൺഗ്രസ് MLA-മാർക്കെതിരെ പീഡന പരാതി ഉയർന്നതാണ്. അതിന്റെ മുന്നേ മുകേഷിന്റെ കാര്യങ്ങൾ മിണ്ടരുതേ. മുകേഷ് നമ്മളാളാണ്. മുകേഷിന്റെ കാര്യങ്ങൾ മിണ്ടാൻ പാടില്ല. മുകേഷിന്റെ കാര്യം മിണ്ടരുത്. പിന്നെ പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. പണ്ട് ഞങ്ങള് പാർട്ടിയിൽ നിന്നൊക്കെ പുറത്താക്കിയതാണ്. ഈ ബ്രാഞ്ചിൽ നിന്ന് വരെ പുറത്താക്കി കളഞ്ഞതാണ്. അങ്ങനെ ഒരു ആരോപണം ഉണ്ടായപ്പോ, സ്ത്രീ പീഡന ആരോപണം ഉണ്ടായപ്പോ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചെടുത്തു. അതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് പി ശശിയാണ് ഇതിലൊക്കെ നിയന്ത്രിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. ഈ ഇത്തരത്തിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ എല്ലാവിധ കടിഞ്ഞാണും പി ശശിയുടെ കയ്യിലാണ്. പി ശശി ആരാണ്? സ്ത്രീ പീഡകനായ 1-ാം നമ്പർ സ്ത്രീ പീഡകനായ പി ശശി ഞങ്ങളുടെ കൂടെയുണ്ട്. 1-ാം നമ്പർ സ്ത്രീ പീഡകനായ പിണറായിന്റെ പോലീസ് തന്നെ കുറ്റപത്രം സമർപ്പിച്ച് കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് മുകേഷ്. അത് ഞങ്ങൾ MLA ആണ്. ഞങ്ങൾ അത് പണ്ട് നടന്ന കേസല്ലേ. അതിലൊക്കെ എന്താ പ്രശ്നം? പണ്ട് നടന്ന കേസാണ്, അതിലൊരു പ്രശ്നമില്ല. പി ശശി അതിലൊരു പ്രശ്നമില്ല. പിന്നെ നിങ്ങളെ പഴയ ഒരു പൂച്ചക്കുട്ടി മാന്തിയ ഒരു മന്ത്രി ഉണ്ടല്ലോ, AK ശശി എന്ന് പറഞ്ഞാൽ നിങ്ങളെ പാർട്ടിക്കാരനല്ല, എന്നാലും മന്ത്രിയാണല്ലോ. നമ്മളെപ്പോഴും മനസ്സിലുണ്ട് മുഖമൊക്കെ അടിച്ചു പൊട്ടിച്ച ഒരു ഫോട്ടോ ഒക്കെ. ഗണേഷ് കുമാറിന്റെ എന്താ പറയാ സ്ത്രീ പീഡന കഥകളൊക്കെ അങ്ങാടിപ്പാട്ടാണ്. ഗണേഷ് മന്ത്രിയാണ്. അതൊക്കെ ശരി തന്നെ. പിന്നെ ആരൊക്കെയാണ്? നമ്മുടെ ശ്രീരാമകൃഷ്ണൻ, പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ, ഐസക്, ഇനി വിട്ടുപോയോ? ഇങ്ങനെ എണ്ണി പറയുകയാണെങ്കിൽ പി കെ ശശി ഇമാതിരി ഒരുപാട് എണ്ണിട്ട് നമുക്ക് തീരുന്നില്ല. അത്രയും ആൾക്കാർ മുഴുവനും ഇവരൊന്നും സ്ത്രീ പീഡകരല്ല. കാരണം ശ്രീമതി ടീച്ചറുടെ കയ്യിൽ മറ്റേ സാധനം ഉണ്ട്. ഏത് സാധനം? ഇതിങ്ങനെ ഇറക്കി നോക്കിയാൽ അല്ലെങ്കിൽ ഇതിന്റെ നീളവും വണ്ണമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പീഡനത്തിന് എത്രമാത്രം തീവ്രത ഉണ്ട് എന്നറിയാം. ഇതൊന്നും വലിയ തീവ്രത ഒന്നല്ല. ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത് ഇത് തീവ്രതയൊന്നല്ല. അപ്പം മുകേഷ് നല്ലവനാണ്, പി ശശി നല്ലവനാണ്, പി കെ ശശി നല്ലവനാണ്, ശ്രീരാമകൃഷ്ണനോ മറ്റേ കടകംപള്ളിയും ഐസക്കും പി കെ ശശിയും പി ശശിയും എല്ലാം മാന്യന്മാരാണ്. ഒരു പ്രശ്നമില്ല. AK ബാലനും ശ്രീമതി ടീച്ചറും പറഞ്ഞല്ലേ, പിന്നെന്താ പ്രശ്നം? മുകേഷിന്റെ ആണെങ്കിൽ കുറെ കാലം മുമ്പുള്ളതാണ്. രാഹുൽ മാങ്കൂട്ട് അങ്ങനെയല്ലേ. ഇയാൾ എങ്ങനെയാണ് ഒരു മെസ്സേജ് അയച്ചാള്? ആർക്ക് മെസ്സേജ് അയച്ച്? ഏതൊരു പെൺകുട്ടിക്ക്. എന്ത് മെസ്സേജ് അതറിയില്ല. എന്തോ ഒരു പെൺകുട്ടിക്ക് ഏതോ ഒരു മെസ്സേജ് അയച്ച്. അപ്പൊ എങ്ങനെയാണ് ശരിയാകുക? അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചാണ് ഈ മനുഷ്യൻ MV ഗോവിന്ദൻ ഇത് എഴുതിയത്. തന്റെ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഇമാതിരി ഏറ്റവും വലിയ സ്ത്രീ പീഡകരെ മുഴുവൻ സംരക്ഷിച്ചുകൊണ്ട് ഒരു വാക്ക് വേണ്ടിയില്ല. ഒരു സാമാന്യ മര്യാദ വേണ്ട ഗോവിന്ദ.